നല്ല പടമാണ്. ലോകേഷിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? ഉണ്ട്, നല്ല പടമാണ്. ഫൈറ്റ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല പടമാണ്, കുഴപ്പമില്ല. ലോകേഷിൻ്റെ ആംബിയൻസിൽ നമുക്ക് കാണാൻ പറ്റിയൊരു പടം. ആക്ഷനും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട്. കണ്ടിട്ടാണ് പടം കാണാൻ കയറിയത് തന്നെ. വിജയകുമാർ നമ്മൾ ഉറിയടി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് അറിയാവുന്ന ഒരു നടനാണ്. അതിൻ്റെ ഫസ്റ്റും 2 ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അതാണ് വിജയകുമാറാണ് ഈ പടത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത്. എനിക്ക് പടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്ന് ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക്കാണ്. ഓസം മ്യൂസിക്കാണ്. പടത്തിൻ്റെ 90% പിടിച്ചിരുത്തിയിരിക്കുന്ന മ്യൂസിക്കാണ്. അടിപ്പടം ഇഷ്ടമുള്ള ഒരു മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റിയ സൂപ്പർ മൂവിയാണ്. തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന. ലോകേഷിൻ്റെ പേര് വെച്ച് വരുമ്പോൾ ആ ഒരു ഹൈപ്പുണ്ട്. ലോകേഷ് ആ ഹൈപ്പ് കൊണ്ടാണല്ലോ ഞാൻ കണ്ടത്. അങ്ങനെ കാണാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാണ് പടം പറഞ്ഞു വെക്കുന്നത്. പടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഒരു തമിഴ് സിനിമയുടെ ഇപ്പോൾ വാടാച്ചെന്നയൊക്കെ ഉണ്ടല്ലോ, അത് മീൻസ് അതുപോലൊരു മേക്കിംഗ് ആണ്. ഉറിയടിയിലെ നായകനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഉറിയടിക്കകത്തുണ്ടായിരുന്ന ആ ഒരു പുള്ളിയുടെ സ്റ്റൈലും ആക്ടിങ് കണ്ടാണ്. മ്യൂസിക് ഓസമാണ്. പടത്തിൻ്റെ ഹൈലൈറ്റ് ഐറ്റമാണ് മ്യൂസിക്കിന്. മസ്റ്റ് വാച്ചാണ്. അടിപ്പടം ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ട് കാണും. സൂപ്പർ മൂവി, നല്ലൊരു മൂവിയാണ്. ലോകേഷ് കനകരാജ് പ്രസൻസ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലൂടെയാണല്ലോ ഇത്. അപ്പം കുഴപ്പമില്ല. നമ്മൾ ഈ കുറച്ച് വയലൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വടച്ചെന്നൈ അങ്ങനെയുള്ള തമിഴ് മൂവീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം ആ ഒരു ലൈനിൽ തന്നെയുള്ള റിവെഞ്ച് സ്റ്റോറീസാണ്. മേക്കിംഗ് ഒക്കെ രസമുണ്ട്. പിന്നെ സെൽവ എന്ന് ചെയ്ത ക്യാരക്ടർ എനിക്കറിയില്ല, പുതിയ ആളാന്ന് തോന്നുന്നു, ഇൻട്രൊഡ്യൂസിങ് അറിയില്ല. പുള്ളി നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഹോൾ ഗ്യാങ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര റോ ആണ്. ബ്ലഡ് ഷെഡൊക്കെ ഭയങ്കര റോ ആണ്. ആ ഒരു ഇതുണ്ട്, നൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയാണ്. കുറേ പഴയ മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ സിങ്ക് ആവുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ കണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വേറൊരു ലോകത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പം മലയാളത്തിൽ ചില പടങ്ങളൊക്കെ ഈ ഒരു ജോണറിൽ വന്നിട്ടുണ്ട്. അതിനെ കടത്തി വിട്ടുന്ന രീതിയിൽ തമിഴിൽ നിന്നും നല്ലൊരു സിനിമ വന്നു എന്ന് പറയാം. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേക രീതിയിലുള്ള, അതായത് നമുക്കിപ്പം കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് തുറന്നു പറയാം. പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വയലൻസിനെ നമുക്ക് ഇഷ്ടപ്പെട്ടും അതിനോട്ട് പോകാതിരിക്കാമല്ലോ, ആ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെയാണെങ്കിലും എൻഡിലെ ഒരു വയലൻസും അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു മൂവി കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ എഫക്റ്റ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട്. മേക്കിങ് സൂപ്പറാണ്, എഡിറ്റിങ് സൂപ്പറാണ്. പിന്നെ അഭിനയിച്ചേക്കുന്നവരെ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നിനൊന്ന് മത്സരിച്ച് അഭിനയിച്ചെന്ന് പറയാം.